നമസ്കാരം. ഹായ് ഡിയേഴ്സ്. 2 ആഴ്ചകൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച പുലർക്കാലത്തിൽ നമ്മൾ കേട്ട ഒരു വാർത്തയുണ്ടായിരുന്നു. ഷൈനിയുടെയും 2 മക്കളുടെയും മരണം. ഇന്ന് നമ്മുടെ യൂട്യൂബിലും നമ്മുടെ ചാനലുകളിലും പത്രമാസികകളിലും മാധ്യമങ്ങളിലും എല്ലാം സോഷ്യൽ മീഡിയയിലെല്ലാം തരംഗമായി മാറിയിരിക്കുന്നത് ആ ഫാമിലിയാണ്. ഇന്നും ആ അമ്മയുടെയും കുഞ്ഞിന്റെയും മുഖം ഈ 2 ആഴ്ച കഴിഞ്ഞിട്ടും നമ്മുടെ മനസ്സിൽ നിന്ന് മായുന്നില്ലെങ്കിൽ അത് എത്രമാത്രമാണ് നമ്മുടെ മനസ്സിൽ മുറിവ് ആക്കി മാറ്റിയിരിക്കുന്നതെന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതെ, കത്തോലിക്ക സഭയുടെ ഏറ്റവും പരമമായ കൂദാശയെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ചിരിയാർന്ന മുഖത്തോട് നിൽക്കുന്ന ആ 2 കുഞ്ഞുങ്ങൾ, അവരുടെ മുഖം നമ്മുടെ മനസ്സിൽ നിന്ന് മായ്ക്കാനേ പറ്റുന്നില്ല. ആ അമ്മയുടെ വേദനിക്കുന്ന ആ മുഖം. പ്രിയ സുഹൃത്തുക്കളെ, എവിടെ നിന്നാണ് നമ്മൾ അതിന്റെ അന്വേഷണം തുടങ്ങേണ്ടത് എന്ന് ചോദിച്ചാല് എനിക്ക് തോന്നുന്നത് അവൾ ജനിച്ചു വളർന്ന ആ വീട്ടിൽ നിന്നാവണം, അവളെ കൈയൊഴിഞ്ഞ ആ വീട്ടിൽ നിന്നാവണം, അവൾക്ക് കരുതലും സംരക്ഷണവും കൊടുക്കാത്ത ആ വീട്ടിൽ നിന്നാവണം. എവിടെയാണ് നമ്മുടെ ജീവിതത്തില് നമുക്ക് നഷ്ടപ്പെടലുകൾ ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അത് നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ഞാൻ പല വീട്ടിലും കേട്ടിട്ടുണ്ട്, ആവൂ സമാധാനമായി, എന്റെ പെൺമക്കളുടെ കല്യാണം കഴിഞ്ഞു, എന്നെ എനിക്കൊന്ന് നടുനിർത്തി നിൽക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്? പെൺമക്കളാണോ നിങ്ങളുടെ പ്രാരാബ്ദം? ഒരിക്കലുമല്ല. ആണായാലും പെണ്ണായാലും അതെന്റെ 2 കണ്ണുകളാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കുണ്ടായെങ്കിലേ ഒരിക്കലും നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാവില്ല. പെൺമക്കളെ കെട്ടിച്ചുവിട്ട് അവർക്കെന്തെങ്കിലും കൊടുത്താല്, സ്ത്രീധനം എന്ന് പറയുന്നത് തെറ്റാണ് എന്നുള്ള അറിയാം, എങ്കിലും അവർക്ക് ജീവിക്കാനായി എന്തെങ്കിലും കൊടുത്താല് അത് കണ്ടവനാണ് തിന്നുന്നത് എന്നുള്ള ബോധ്യമുള്ള എന്നുള്ള മൈൻഡുള്ള ഒരുപാട് പാരന്റ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. തന്റെ ആമക്കൾക്ക് കൊടുത്താൽ അതിന്റെ തലമുറയാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ഫാമിലിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുന്ന് തുടങ്ങുന്നു നമ്മുടെ ജീവിതത്തില് നമ്മുടെ സ്വന്തങ്ങളെ നമുക്ക് നഷ്ടപ്പെടാൻ. 2000 വർഷങ്ങൾക്കപ്പുറം ബെത്ലഹേം നഗരിയിൽ ഒരു കാലിത്തൊഴുത്തിൽ പൂജാതനായി നസ്രയനായ യേശുക്രിസ്തു. ആ നസ്രയനായ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനും ഇന്ന് ക്രിസ്തീയ സഭ ഒത്തുകൂടുന്നതോ മണിമാളികളിൽ. അവിടെ തുടങ്ങുന്നില്ലേ നിങ്ങളുടെ ആർഭാടങ്ങളും അഹങ്കാരങ്ങളും? ഒന്നും വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷെ ഒരേ ഒരു കാര്യം, ഓരോ ഇടവകയിലെയും ശ്രേഷ്ഠന്മാരോടും ഇടവക കമ്മിറ്റി അംഗങ്ങളോടും മറ്റുള്ളവരോടും നിങ്ങളൊന്ന് നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, നിങ്ങളുടെ ഇടവകയിലെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും. അവരെ മനസ്സിലാക്കും. അവരുടെ വേദനകള്, അവരുടെ അവസ്ഥകളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഇതെല്ലാം മാറിക്കിട്ടും. അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങളും ഒരു മനുഷ്യനായി മാറണം. ഒരു മനുഷ്യനെ അത് മനസ്സിലാക്കാൻ പറ്റൂ. വേദനിക്കുന്നവനെ വേദനകൾ എന്തെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കൂ. കഷ്ടപ്പെടുന്നവനെ കഷ്ടതകളെ കുറിച്ച് സംസാരിക്കാൻ പറ്റൂ. അതില്ലാത്തടത്തോളം കാലം നമ്മളല്ലാതെ മാറുന്നു എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളണം. പ്രിയ സഹോദരൻ നോബിയോട്, നിനക്കൊരു വേലക്കാരിയാണ് വേണ്ടതെങ്കിൽ, നിനക്കൊരു അടിമയാണ് വേണ്ടതെങ്കിൽ എന്തിനാണ് സഹോദര നീ മാരേജിന്, കല്യാണത്തിന് തയ്യാറായത്? ഒരുപാട് പേരെ ജോലിക്കാരെ നിനക്ക് കിട്ടൂല നിന്റെ കുടുംബത്തിലേക്ക് വേണ്ടി. നിന്റെ അപ്പന്റെയും അമ്മയുടെയും നിന്റെ ചേട്ടന്റെയും നിന്റെ അനിയന്റെയും നിന്റെ കുടുംബാംഗങ്ങളുടെയും പാദസേവ ചെയ്യുന്ന ഒരുത്തിയാണ് അല്ലെങ്കിൽ ഒരുത്തിനെയാണ് നിനക്ക് വേണ്ടതെങ്കിൽ നിനക്ക് പണം കൊടുത്ത് നിർത്തിക്കൂടായിരുന്നോ? എന്തിനാടോ ഒരു പെൺകുട്ടിയുടെ ഭാവി കളഞ്ഞത്? എന്തിനാടോ നീ മക്കളെ സൃഷ്ടിച്ചത്? ആ മകന്റെ കൈവിരലാല് നിന്റെ നേർക്ക് ഉയരുന്ന ഒരു കാലം വരും. പ്രിയ നോബി, നീ ഖേദിക്കേണ്ട ടൈം വരും നിന്റെ മകനിൽ നിന്ന്. അതെ, എഡ്വിൻ നോബിയിൽ നിന്ന് തന്നെ അത് നിനക്ക് കിട്ടും. ഉറപ്പാണ്. കാലം ഒന്നും മായ്ക്കാത്ത മുറിവുകളില്ല, മായ്ച്ച ചരിത്രവുമില്ല. അത് നീ മറക്കണ്ട. ആ നോബിയുടെ മാതാപിതാക്കന്മാരോട് ഒരേ ഒരു ചോദ്യം, എവിടെ പോയി നിങ്ങളുടെ മനുഷ്യത്വം? എവിടെയാണ് നിങ്ങളുടെ ക്രിസ്ത്യാനിറ്റി? ഒന്നുമില്ല. കാരണം
12 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന ഒരു പെണ്ണിനെ നിങ്ങൾ മരുമകളായി കണ്ടു. നിങ്ങളുടെ കണ്ണുകൾ മകളായി കാണാൻ, അവളെ മകളായി കാണാൻ നിങ്ങളുടെ കണ്ണുകൾക്ക് സാധിച്ചില്ല. അവിടെ തുടങ്ങി അപ്പനും അമ്മയും എന്നുള്ള പേരിനുള്ള യോഗ്യതയില്ലാത്ത 2 വ്യക്തിത്വത്തിന്റെ ഉടമയായി നിങ്ങൾ മാറിയത്. നിങ്ങൾക്കുമുണ്ടല്ലോ ഒരു മോള്. അവളെ കെട്ടിച്ചുവിടുമ്പോൾ നിങ്ങൾ എന്താണ് ആലോചിക്കുന്നത്, എന്താണ് ആഗ്രഹിക്കുന്നത്? അവൾ ആ കുടുംബത്തിന്റെ മകളായി കടന്നു പോകണം. നിങ്ങൾ പറയൂലോ, ലാസ്റ്റ് അമ്മായിയമ്മയും മരുമോനും കൈവച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ പറയൂലോ, എന്റെ മോളെ ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിക്കുന്നു. അത് വെറുതെ അല്ല. ആ കൈ പിടിക്കലോടുകൂടി അവളുടെ സമസ്തവും അവളുടെ ജീവിതവുമാണ് നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നത്. അതിന്റെ സംരക്ഷണം നിങ്ങളുടെ കയ്യിലാണെന്ന് ഉള്ള ഓർമ്മപ്പെടുത്തലാണ് ആ ആചാരങ്ങൾ. വെറും ആചാരങ്ങൾ മാത്രമാണ് ഇന്ന് ക്രിസ്ത്യാനിറ്റി. ആഘോഷങ്ങളും ആചാരങ്ങളും നടക്കണം. മനുഷ്യത്വത്തിന് നോ ചാൻസ്. 2 കുടുംബത്തിൽ ഒരച്ഛനും 2 കന്യാസ്ത്രീയുമുണ്ട്. വിവാഹ കമ്പോള മാർക്കറ്റിൽ ഹൈ ഡിമാൻഡ്, സ്റ്റാറ്റസ്, മഹിമ 100%. ബട്ട് മനുഷ്യത്വം ഇല്ലേയില്ല. അതുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ മരുമോളുടെയും നിങ്ങളുടെ കുഞ്ഞുമക്കളുടെയും രക്തങ്ങൾ, ശവശരീരങ്ങൾ ആ റെയിൽവേ ട്രാക്കിൽ ചിന്നിച്ചിതറില്ലായിരുന്നു. ചിന്നിച്ചിതറാൻ നിങ്ങൾ വിട്ടുകൊടുക്കില്ലായിരുന്നു. അതിന് ഉത്തരവാദികൾ ആ കുടുംബത്തിലെ ഓരോ മഹാനും മഹതികളും അർഹിക്കുന്നു. അതിന്റെ വില നിങ്ങൾ കൊടുക്കേണ്ട ടൈം കടന്നു വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളത് അനുഭവിക്കാതെ പോവില്ല, ഞങ്ങളാ പറയണേ. കാരണം ഇത് കാണുന്ന എനിക്കും നിങ്ങൾക്കും ഈ സമൂഹത്തിനും ഇത്രയും വേദനിച്ചെങ്കിലേ അവരുടെ വേദന എന്തായിരിക്കും? ആ ട്രെയിൻ ചീറിപ്പായുന്ന സൗണ്ട് കേട്ടിട്ടും സ്വയമേ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന അവരുടെ അവസ്ഥ ഓർക്കുമ്പോഴുണ്ടല്ലോ കണ്ണ് നിറയുവാണ്. ഓർക്കുമ്പോൾ കണ്ണ് നിറയുന്നു. ആരോട് പറയാം, ആരും കേൾക്കും. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. ബട്ട് എന്റെ ഒരു സമാധാനത്തിന് മനസ്സിൽ വിങ്ങുന്ന വേദനകൾ പങ്കുവെക്കുമ്പോൾ നമുക്കൊരാശ്വാസം കിട്ടുമല്ലോ. അതിനുവേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനിയെങ്കിലും പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ 2 മക്കളെയും 5 മക്കളെയും 10 മക്കളെയും ഒന്നായി കാണുവാന്, ആണായാലും പെണ്ണായാലും ഒരുമിച്ച് ചേർത്ത് നിൽക്കുവാന്, നിങ്ങൾ ഇങ്ങോട്ട് പോരെ, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറയുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. അവസാന നാളുകളില് നിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം കോരിയൊഴിക്കുവാൻ നിങ്ങളുടെ കൊച്ചുമക്കളുടെ കൈകൾക്ക് ദൈവം അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്